എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മളുടെ നായികയായിട്ടുള്ള ഷിയുവിനെ കാണിച്ചുകൊണ്ടാണ്. അവളുടെ പേരൻസ് ഇപ്പോൾ അവളുടെ വീട്ടിലോട്ട് എൻ്റർ ആവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും അവളുടെ വാതിലിൻ്റെ മുമ്പിലായിട്ട് നിന്നിട്ട് കുറേ തവണ വിളിച്ചു പോവും, ഞാൻ അകത്തോട്ട് കയറാൻ പോകുവാണേ എന്ന്. ഇവിടെയായിട്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അകത്തോട്ട് കയറി നോക്കുമ്പോൾ അവളുടെ ഭാഗ്യത്തിന് നമ്മുടെ ജനറൽ അതിനകത്തായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സമാധാനമുണ്ട്. അവൾ അങ്ങനെ വേഗം തന്നെ നമ്മളുടെ ജനറലിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടില്ലേ അവനെ കിടന്ന് വിളിക്കാൻ തുടങ്ങും. അവനായിരുന്നാലും നല്ല ബിസി ആയതുകൊണ്ട് അവൻ കോളൊന്നും എടുക്കത്തില്ല. പിന്നീട് കാണിക്കുന്നത് ഇവളുടെ പേരൻസിൻ്റെ കൂടെ ഫുഡൊക്കെ കഴിക്കാനായിട്ടിരിക്കുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ ജനറലിനെ കാണിക്കും. അവനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. അവൻ്റെ ഫ്രണ്ടായിരുന്നാലും വന്നിട്ട് പറയും, എടാ നിൻ്റെ ലാൻഡ് ലോഡാണെങ്കിൽ എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജനറലായിരുന്നാലും പറയും, എൻ്റെ നമ്പർ അവളുടെ കയ്യിലില്ല, നീ എന്തായിരുന്നാലും എൻ്റെ നമ്പർ അവൾക്ക് ഷെയർ ചെയ്താലേ, നമ്പർ പറ, ഞാൻ അവളെ വിളിക്കാമെന്ന് പറയും. അവനങ്ങനെ അവളെ വിളിക്കുന്ന സമയത്ത് ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാലും അവളുടെ പേരൻസിൻ്റെ കൂടെ വീടിനകത്തായിട്ടിരിക്കുകയല്ലേ, അവൾ വേഗം തന്നെ ഡോറിൻ്റെ അവിടെ ആയിട്ട് വന്നിട്ട് ഒരു സ്റ്റിക്ക്, നമ്മുടെ ഷിയു ആയിരുന്നാലും സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ജനറൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ ഇവളെ വിളിച്ച സമയത്ത് ഇവളുടെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ടെൻഷനായിട്ടാണ് അവൻ വീട്ടിലോട്ട് വരുന്നത് തന്നെ. ഇവിടെയായിട്ട് അവൾ അവനെയും വിളിച്ചുകൊണ്ട് പോകാനിരുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മളുടെ ഷിയുവിൻ്റെ പേരൻസ് പുറത്തോട്ട് ഇറങ്ങി വരും. അവർ വന്നത് തന്നെ നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് വേറെയും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയായിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, ഇത് ആരാ എന്ന്. ഇവിടെ നമ്മളുടെ ഷിയു പറയുന്നത് അവളുടെ കൊളീഗാണ് എന്നാണ്. അങ്ങനെ അവളുടെ പേരൻസ് ഇവനെയും വിളിച്ചിരുത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചിരുത്തും. ഇവിടെയായിട്ട് അവളുടെ അമ്മ ചോദിക്കും, നിന്റെ പേരെന്തുവാ, നിന്നെ പറ്റി ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ പറയും, ഇവളുടെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തനാണ് എന്ന്. അപ്പോൾ അവനടുത്ത് ചോദിക്കും, നീ എന്തിനാ പിന്നെ ഇവിടെ വന്നത്? അപ്പം നമ്മുടെ ജനറൽ പറയും, അത് ഞാൻ എഗ്രിമെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ ഇവൻ്റെ കാലിന് വെച്ച് ഒറ്റ ചവിട്ടങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവളുടെ പേരൻസ് ചോദിക്കും, എന്തിൻ്റെ എഗ്രിമെൻറ്റിനെ പറ്റി നീ പറയുന്നത്? അപ്പോൾ അവൻ പറയും, വീട് വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെയാണ് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷിയു ആയിരുന്നാലും ജനറലിനെയും വിളിച്ചുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അവരുടെ രണ്ടുപേരുടെയും വയറ് നിറഞ്ഞു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് കാണിക്കുന്നത് ഇവളും ഇവനും കൂടി ഒരു ഷോപ്പിലായിട്ട് വന്നിരിക്കുന്നതാണ്. നമ്മളുടെ ഷിയു എൻ്റെ അടുത്ത് പറയും, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, എൻ്റെ അച്ഛനും അമ്മയും അപ്പോഴത്തേക്ക് പൊക്കോളും, നീ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞിട്ട് അവൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അതായത് അവളുടെ ജോലി പോയ കാര്യവും വീട് റെൻറ്റിന് കൊടുത്ത കാര്യമൊന്നും അവൾ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് തന്നെ പെട്ടെന്ന് നമ്മളുടെ ഷിയുവിന് വേറൊരു കമ്പനിയിൽ നിന്ന് കോള് വരും. ഇൻ്റർവ്യൂ കോള് കാണുന്നത് നമ്മളുടെ ഷിയു നല്ലതുപോലെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ പേര് ഡൈനാമിക്സ് എന്നാണ്. ഇത് കാണുന്നേ അവൾ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കും. എന്നാൽ അതേപോലെ തന്നെ അവൾക്ക് ടെൻഷനും ഉണ്ട്, മുന്നത്തെ കമ്പനിയിലെ ഇൻ്റർവ്യൂവിനെ പോലെ ഇതും ആയാലോ എന്ന് ആലോചിച്ചിട്ട്. ഇവിടെയായിട്ട് അവളുടെ എക്സൈറ്റ്മെൻറ്റ് കാണുന്നതും നമ്മളുടെ ജനറലിനായിരുന്നാലും നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഷിയു ആണെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കമ്പനിയിലായിട്ട് വരുന്നതാണ്. ഇവിടെയായിട്ട് നമുക്കൊരു ലേഡീനെ കാണിക്കും. ആ ലേഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയുടെ കോ ഫൗണ്ടർമാരിൽ ഒരാളായിരുന്നു. അവിടെയായിട്ട് വേറൊരു കോ ഫൗണ്ടറിനെ കാണിക്കും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ജനറൽ തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷിയു ആണെങ്കിൽ ഇൻ്റർവ്യൂ ഹാളിലായിട്ട് വരുന്നതാണ്. ഇവിടെയായിട്ട് അവൾ നമ്മളുടെ ജനറലിനെ കാണുന്നത് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഷിയു ഇത്രയും കാലം അവൻ്റെ ഭയങ്കര വലിയ ഫാനാണ്. എന്നാൽ ഇവൻ്റെ യഥാർത്ഥ പേര് ഇവർക്ക് അറിയത്തില്ലല്ലോ. അവൾ വിചാരിക്കും ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കമ്പനിയുടെ ഫൗണ്ടറായിരുന്നു എൻ്റെ വീട്ടിൽ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നത് എന്ന്. ഇവിടെയായിട്ട് അവളായിരുന്നാലും വലിയ പരിചയമൊന്നും കാണിക്കത്തില്ല, ഇൻ്റർവ്യൂ നല്ലതുപോലെ കൊടുക്കും. അവിടെയായിട്ട് നമ്മളുടെ ജനറലായിരുന്നാലും ഇവളുടെ ഒരു മോഡൽ കണ്ടിട്ട് ചോദിക്കും, ഇതിനൊരു മെയിൻ പ്രശ്നമുണ്ട്, മോഡലൊക്കെ നല്ല രസമാണ്, പക്ഷേ ഇതിന് മെയിനായിട്ടൊരു ഇഷ്യൂ ഉണ്ട്, നിനക്കതെന്താണെന്ന് പറയാവോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിയു ആയിരുന്നാലും ആ ഒരു മോഡലിൻ്റെ ഒരു കാലെടുത്തൊന്ന് മാറ്റുന്നതും പെട്ടെന്ന് തന്നെ അത് മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞങ്ങ് വീഴും. അവൾ പറയും, എപ്പോഴും ഒരു ബിൽഡിങ് പണിയുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സേഫ്റ്റി തന്നെയാണ് എന്ന്. ഇവളിത് പറയുന്നത് നമ്മളുടെ ജനറലാണെങ്കിൽ പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വരും. യഥാർത്ഥത്തിൽ ഇവൻ്റെ അച്ഛന് വലിയൊരു ആർക്കിടെക്റ്റ് ആയിരുന്നു. അയാൾ പണിഞ്ഞ ഒരു വലിയ ബിൽഡിങ്ങിന് ഭയങ്കര വലിയൊരു സേഫ്റ്റി ഇഷ്യൂ ഉണ്ടായി. അതിൻ്റെ പേരിലുള്ള സ്കാൻഡലിൻ്റെ പേരിൽ അവൻ്റെ അച്ഛനാണെങ്കിൽ ആത്മഹത്യ ചെയ്തത്. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ജനറലായിരുന്നാലും ഭയങ്കര ഡെസ്പായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഷിയു അവിടുന്ന് പോയി കഴിയുന്നതും ജനറലിൻ്റെ അടുത്ത് അവൻ്റെ കോ ഫൗണ്ടർ വന്നിട്ട് സംസാരിക്കുന്നതാണ്. അവർ ചോദിക്കും, നീ ആ വലിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തന്നെ പോവുകയാണോ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ജനറൽ പറയും, അതെ, എനിക്കതിൽ പങ്കെടുത്തേ പറ്റൂ.
അതിൽ പങ്കെടുത്തിട്ട് വേണം എൻ്റെ പേര് വലിയ നിലയിൽ കൊണ്ടുവരാനെന്ന്. യഥാർത്ഥത്തിൽ ഇവൻ ഈ പറയുന്നതെല്ലാം വേറെ ആരോ ദൂരെ നിന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഷിയുവിനെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. ഈ വലിയ വലിയ ആൾക്കാർക്കൊക്കെ എപ്പോഴും സൈഡായിട്ട് എന്തെങ്കിലും ഹോബി കാണുമോ? ഇവിടെയായിട്ട് അവളുടെ ഫ്രണ്ട് പറയും, എനിക്കറിയാവുന്ന വലിയൊരാളുണ്ട്, അവൻ ഭയങ്കര വലിയ ആക്ടറൊക്കെയാണ്, എന്നാൽ അവൻ എപ്പോഴും പാത്രം കഴുകുന്നതാ ഹോബി. എത്രത്തോളം അഴുക്കുള്ള പാത്രമാണോ അവൻ അത്രത്തോളം ഇഷ്ടമായെന്ന്. അതേപോലെ തന്നെ എനിക്കറിയാവുന്ന വേറൊരുത്തനുണ്ട്, അവൻ എപ്പോഴും പെണ്ണുങ്ങളുടെ ഡാൻസ് കളിക്കുന്നതാണ് ഇഷ്ടം. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഷിയു ആയിരുന്നാലും അതിലെല്ലാം നമ്മുടെ ജനറലിനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുമായിരുന്നു. അവൾക്കതൊന്നും ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവള് നേരെ നമ്മുടെ ജനറലിനെ കാണാൻ വേണ്ടി അപ്പാർട്ട്മെൻറ്റിൽ വരുന്നതാണ്. അവൾ അവിടെയായിട്ട് പുതിയ കോൺട്രാക്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് ഇവൻ്റെ പേരിലായിട്ട്. ഇതിനകത്ത് അവൾ 2 കാര്യവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ജനറലിൻ്റെ സീക്രട്ട് അവൾ ആരുടെ പറയത്തില്ല എന്ന്. എന്നാൽ ഇത് വായിക്കുന്നേ ജനറലായിരുന്നാലും പറയും, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ എനിക്കിത് വലിയ സീക്രട്ടാണ് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജനറലായിരുന്നാലും ഷിയുവിനെ നല്ലതുപോലെ ഉപദേശിക്കും, നീ നിൻ്റെ പേരൻസിൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറയണം, അത് പറയാൻ നിനക്ക് എന്താ ഇത്ര മടി, എത്രത്തോളം നീ സത്യസന്ധമായിട്ടിരിക്കുന്നോ അത്രയും നല്ലതല്ലേ, അതേപോലെ തന്നെ നീ ഇപ്പോൾ പറയാതിരിക്കുന്നതിൻ്റെ അർത്ഥം നിനക്ക് നിന്നിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ല എന്ന. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഒരു നല്ല കമ്പനി ഹയർ ചെയ്യുന്നത്? ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിയുവിന് മനസ്സിലാവും, അതായത് ജനറലാണെങ്കിൽ അവൾക്ക് ജോലി കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന്. ഇവളായിരുന്നാലും അവൻ്റെ അടുത്ത് ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കും. അവൾ പറയുന്നത് തന്നെ, നിനക്ക് എന്നെ കുറേ സീക്രട്സ് അറിയാം, അതിൻ്റെ പേരിലല്ലേ നീ ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് സങ്കടപ്പെട്ടങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് വരും, നമ്മളുടെ ഈ ഡൈനാമിക് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഇല്ലേ, അത് അവൾക്ക് ജോലി കൊടുത്തു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയു ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം അവൾ കമ്പനിയിലായിട്ട് ജോയിൻ ചെയ്യുന്നതാണ്. എല്ലാവരും അവൾക്ക് നല്ലതുപോലെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കും. ഇവിടെയായിട്ട് നമ്മുടെ ഷിയു ആണെങ്കിൽ ഡിഗ്രി മാത്രമേ എടുത്തിട്ടുള്ളൂ, എന്നാൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും മാസ്റ്റേഴ്സ് ഡിഗ്രിയൊക്കെ എടുത്തവരായിരുന്നു. ഇവിടെയായിട്ട് എല്ലാവരും വിചാരിക്കും, ഇത്രയും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ഒരുത്തീനെയാണോ ഇവിടെ എടുത്തിരിക്കുന്നത് എന്ന്. എന്നാൽ അവരാരും നമ്മളുടെ ഷിയുവിൻ്റെ അടുത്തൊന്നും പറയത്തില്ല. അവിടെയായിട്ട് ഷിയുവിന് മനസ്സിലാവും അവൾ ഇനി മുതൽ ജനറലിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നേ എന്ന്. അങ്ങനെ അവൾ നേരെ അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. ഇവിടെയായിട്ട് അവനായിരുന്നാലും പറയും, നമ്മളിപ്പോൾ വലിയൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണോ എന്ന്. ഇവിടെയായിട്ട് ഷിയു അതിന് ഓക്കെയൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരോട് ചേർന്നിട്ട് ഒരു ടീം ഡിന്നറിന് പോകുന്നതാണ്. പുതുതായിട്ടൊരു സ്റ്റാഫ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാവരും അങ്ങനെയാണ് ആ സ്റ്റാഫിനെ വെൽക്കം ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആണെങ്കിൽ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്യും, ഇവള് നല്ലതുപോലെ ബോധം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് എല്ലാവരും ഇത് കണ്ട് ഞെട്ടിപ്പോവും. നമ്മളുടെ ജനറലായിരുന്നാലും ഇങ്ങനെ നോക്കിയിരുന്നു. ഇവിടെയായിട്ട് എല്ലാവരും പറയും, പക്ഷെ നമുക്ക് ഷിയുവിൻ്റെ വീട് അറിയത്തില്ലല്ലോ, എന്തായിരുന്നാലും അവളോട് ചോദിച്ചും പറഞ്ഞും അവളുടെ വീട്ടിലായിട്ട് കൊണ്ടുവിടാ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജനറലിൽ നല്ലതുപോലെ പേടിച്ചു. അതായത് ഇവരെങ്ങാനും വീടും ചോദിച്ചിട്ട് ഇവൾ അവസാനം ജനറലിൽ നിൽക്കുന്ന ആ വീട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് കാണുന്നതും അവർക്ക് മനസ്സിലാവത്തില്ലേ, അതായത് ഈ ഷിയുവും ജനറലും ഒരുമിച്ച് താമസിക്കുന്നത്, അവർ ലിവിങ് ടുഗദറാ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ പറയും, നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോളാം എന്ന്. അങ്ങനെ അവസാനം ഇവൻ ഇവളെയും കൊണ്ട് കാറിൽ പോകാൻ തുടങ്ങും. നമ്മുടെ ഷിയു പറഞ്ഞാലും നല്ല ഡ്രങ്കനായതുകൊണ്ട് അവൾ ഓരോന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് സീറ്റ് ബെൽറ്റ് കടിക്കുക, പ്രശ്നം ഉണ്ടാക്കുക. ഇവിടെയായിട്ട് അവളായിരുന്നാലും നമ്മുടെ ജനറലിൻ്റെ അടുത്ത് അവൻ്റെ ടോക്കൺ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഇപ്പോൾ ടോക്കണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു കീ ചെയിൻ എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും. അവളത് ടോക്കണാന്ന് വിചാരിച്ചിട്ട് സമാധാനമായിട്ടിരിക്കും. ഇവിടെയായിട്ട് ഇവൻ അവളുടെ അഡ്രസ്സൊക്കെ ചോദിക്കും. എന്നാൽ നമ്മളുടെ ഷിയു ആണെങ്കിൽ അവൻ താമസിക്കുന്ന വീടിൻ്റെ ആ അഡ്രസ്സ് തന്നെയാണ് പറയുന്നത്. അവസാനം നമ്മളുടെ ജനറലിന് വേറൊരു മാർഗ്ഗം ഇല്ലാണ്ട് അവളെയും കൊണ്ട് അവൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിട്ട് വരും. എന്നിട്ട് അവളുടെ റൂമിൽ കയറ്റാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മളുടെ ഷിയുവിൻ്റെ കയ്യിലായിട്ട് അവളുടെ റൂമിൻ്റെ കീ ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ ജനറലാണെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് അവളെ ആ സെറ്റിയിലായിട്ട് തന്നെ കിടത്തിയിട്ട് അവൻ അവൻ്റെ റൂമിലോട്ട് പോകും. ഇവിടെയായിട്ട് അവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് എന്ത് ചിന്തിച്ചിട്ടാണെന്നറിയത്തില്ല, അവൻ അവൻ്റെ വാതിലങ്ങ് ലോക്ക് ചെയ്ത് വെക്കും. പിന്നീട് കാണിക്കുന്ന 3 മണിയാവുന്ന സമയത്ത് നമ്മളുടെ ഷിയു എഴുന്നേക്കുന്നതാ. അവൾ കണ്ണു തുറക്കുന്ന കണ്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ അവളുടെ വീട്ടിൽ തന്നെയല്ലേ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവളിങ്ങനെ നോക്കുമ്പോൾ എന്തോ അവിടെയായിട്ട് നമ്മളുടെ ജനറലായിരുന്നാലും ഭയങ്കരമായിട്ട് മുകളിലത്തെ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ അവിടോട്ട് ഓടി വരും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ എന്തിനാ ഈ വാതിലടച്ചത്? നിങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നോ ഈ വാതിലാണെങ്കിൽ ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് തുറക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ ജനറൽ പറയും, നീ വേഗം തന്നെ ഒരാളെ വിളിച്ചിട്ട് ഇത് നേരെയാക്കുക എന്ന്. അപ്പോൾ അവൾ ചോദിക്കും, 3 മണിക്ക് ഏതാളിനെ വിളിക്കാനാ, ആര് വന്ന് നേരെയാക്കാനാ, നിങ്ങൾക്കെന്താ വട്ടാണോ, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചത്, എന്തു പറ്റി, ഞാൻ നിങ്ങളെ വല്ലതും ചെയ്യുമെന്ന് നിങ്ങൾ പേടിച്ചോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ജനറൽ പറയും, നീ അമ്മാതിരി കാര്യങ്ങളാണ് ആ കാറിലിരുന്ന് കാണിച്ചത്. അങ്ങനെ അവസാനം നമ്മളുടെ ഷിയു ആയിരുന്നാലും അവൻ്റെ അടുത്ത്
സംസാരിക്കാൻ വേണ്ടിയിട്ട് അവൾ താഴത്തെ ബാൽക്കണിയിലായിട്ട് വന്നിരിക്കും. അവനായിരുന്നാലും നല്ലതുപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ കൊടുക്കും. എന്നിട്ട് അവൾ പറയും, ഞാൻ നിങ്ങളുടെ ഭയങ്കര വലിയൊരു ഫാനാണ്, നിങ്ങളുടെ വർക്കുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യൂ, എനിക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വർക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൾ വലിയൊരു സ്റ്റിക്ക് എടുത്ത് അവന് നേരെ നീട്ടും. ഇവിടെയായിട്ട് അവനാണെങ്കിൽ ഇവളെ കാണിക്കുന്നത് തന്നെ അവൻ സൈൻ ചെയ്ത ആ ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. എന്നിട്ട് അവൻ പറയും, അടുത്ത ദിവസം ആവട്ടെ, ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ആവുന്നതും നമ്മളുടെ ഷിയോ ആയിരുന്നാലും ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ റെഡിയായി ഇറങ്ങുന്നതാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജനറൽ പറയും, നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന്. അങ്ങനെ അവൻ ഇവളെ ഓഫീസിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് നിർത്തും. എന്നാൽ നമ്മുടെ ഷിയുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ പറയും, നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തത്? ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കത്തില്ലേ? അവർ പറയത്തില്ലേ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ട് എന്ന്? അതുകൊണ്ട് എന്നെ കുറച്ച് മുമ്പിലായിട്ട് ഡ്രോപ്പ് ചെയ്താൽ മതി. അതിന് മുന്നേ ആയിട്ട് അവൾ പറയും, നീ എന്തായിരുന്നാലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞായിട്ട് ഓഫീസിലോട്ട് കയറി വന്നാൽ മതിയെന്ന്. എന്നാൽ നമ്മളുടെ ഈ ജനറലാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്ന കൂട്ടത്തിലേ ആയിരുന്നില്ല. അവൻ ഇവളുടെ കൂടെ തന്നെ നടന്നു വരും. ഇവിടെ കമ്പനിയിലുള്ള എല്ലാവരും ഭയങ്കര ബിസി ആയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജനറലിനെ പറ്റിയിട്ട് ഓൾറെഡി വലിയൊരു റൂമർ നടക്കുന്നുണ്ട്. അതായത് അവനാണെങ്കിൽ പറഞ്ഞില്ലേ, അവൻ ഈ കോമ്പറ്റീഷൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നതിന് അവൻ്റെ പേര് വലിയ നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സംഭവം വീഡിയോ എടുത്തയാൾ അതിനെ നല്ലതുപോലെ വൈറലാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് ഇവരൊരു വലിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുമല്ലേ. ആ കോമ്പറ്റീഷൻ നടത്തുന്ന ആൾക്കാരായിരുന്നാലും ഈ റൂമർ കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ആ കമ്പനീനെ അങ്ങ് ഡിസ്ക്വാളിഫൈഡ് ആക്കി കളയും. അതായത് അവർക്ക് ഇനി ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്ന്. ഇതറിഞ്ഞിട്ട് എല്ലാവരും നല്ല ടെൻഷനായിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഷിയു തന്നെയാണ് ഈ കമ്പനിയിൽ ഭയങ്കര വലിയ വിശ്വാസം വെച്ചിരിക്കുന്നത്. അവളാണെങ്കിൽ അവൾക്ക് എന്തൊക്കെ ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അതെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതും അവിടുത്തെ ആ രണ്ടാമത്തെ ഫൗണ്ടറില്ലേ, അവർ നല്ല ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവർ വിചാരിക്കും ഇത്രയും ആൾക്കാരുള്ള കമ്പനിയിൽ അവർക്ക് മാത്രം വലിയ ഉത്തരവാദിത്വം ഉള്ളൂ എന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ നമ്മളുടെ ഈ ജനറലിനെയും കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അതും നമ്മളുടെ ആ കോമ്പറ്റീഷൻ നടത്തുന്ന കമ്പനിയിലുള്ള ആളില്ലേ, അയാളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇക്കൂട്ടത്തിൽ നമ്മളുടെ ഷിയുവിനെയും കൊണ്ടുപോകും. എന്നാൽ ഇവരെത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അയാളുമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അവസാനം നമ്മളുടെ ജനറലാണെങ്കിൽ പറയും, നമുക്ക് തിരിച്ചു പോവാ എന്ന്. ഇവിടെയായിട്ട് അവൻ തന്നെയാണ് നമ്മളുടെ ഷിയുവിനെ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുന്നത്. അവരെങ്ങനെ ആ ഒരു പാർക്കിങ്ങിലായിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ ഇവരാരെയാണോ കാണാൻ വന്നത് അയാൾ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്ത് നടന്നു പോകുന്നത് കാണും. ഇത് കാണുന്നതിന് നമ്മളുടെ ജനറലിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷിയു ആയിരുന്നാൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഫുള്ള് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ നമ്മുടെ ജനറലിനെ ആണെങ്കിൽ അതൊന്നും എഫക്റ്റ് ചെയ്യുന്ന രീതിയേ ഉണ്ടായിരുന്നില്ല. അവൻ ഭയങ്കര കൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ജനറലാണെങ്കിൽ ഷിയുവിനെയും കൊണ്ട് വേറൊരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. അതൊരു ബാറിലായിട്ടാണ്. അവിടെ വന്നിട്ട് അവൻ പറയും, നീ ഇവിടെ കുടിക്കാനേ പാടില്ല, നീ അവിടെ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം എന്ന്. അങ്ങനെ ജനറൽ നേരെ വന്നിട്ട് ഒരാളെ കണ്ടിട്ട് പറയും, നിങ്ങളുടെ മോളുടെ കല്യാണമല്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആ വലിയ കമ്പനിയുടെ ആ ഓണറില്ലേ അയാളെ ഇൻവൈറ്റ് ചെയ്യണം, എനിക്ക് അയാളുടെ അടുത്തൊരു കാര്യം സംസാരിക്കാനാ എന്ന്. ഇത് കേൾക്കുന്നതും അയാൾ അവിടെ ഓക്കെ പറയും. സത്യത്തിൽ ഇതിൻ്റെ എല്ലാം പുറകിലായിട്ട് നമ്മളുടെ ഷിയു ആദ്യമേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ആ ഒരു കമ്പനിയില്ലേ അത് തന്നെയായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ജനറലിനായിരുന്നാലും അവൻ്റെ അമ്മയൊക്കെ വിളിച്ചിട്ട് സമാധാനിപ്പിക്കും, മോനെ നീ ഓക്കെ അല്ലേ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജനറലിനായിരുന്നാലും പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരും. ഇവൻ്റെ അച്ഛൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്, അച്ഛന് നേരെയും ഇതേപോലുള്ള റൂമേഴ്സ് പടർന്നതിൻ്റെ പേരിലായിരുന്നു അയാൾക്ക് ഇങ്ങനൊരു ഗതി ഉണ്ടായത്. എന്നാൽ ഇത്രയും കുഞ്ഞിതായിരുന്ന നമ്മളുടെ ജനറലിൻ്റെ അന്ന് തന്നെ ഒരു തീരുമാനം എടുക്കും, വലുതാവുന്നതും അവൻ അവൻ്റെ അച്ഛൻ്റെ ആ ഒരു ഇന്നസെൻസ് പ്രൂവ് ചെയ്യൂ എന്ന്. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയുവിൻ്റെ അടുത്ത് ജനറൽ പറയുന്നതാ, നീ എനിക്ക് വേണ്ടിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യണം എന്ന്. ഇവിടെയായിട്ട് അവൾ വിചാരിക്കും, അവൻ്റെ അസിസ്റ്റൻ്റ് ആയതിൻ്റെ കൂട്ടത്തിൽ ഞാനിപ്പോൾ അവൻ്റെ ഡ്രൈവറും ആയല്ലോ എന്ന്. പിന്നീട് കാണിക്കുന്ന ഷിയു ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നതാ, എങ്ങനെ ആ വലിയ പോസ്റ്റിലുള്ള ആളെ മീറ്റ് ചെയ്യാമെന്ന്. അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം പെട്ടെന്ന് തന്നെ ഒരു സ്റ്റോപ്പ് ഇടാൻ പറ്റും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജനറലാണെങ്കിൽ ഷിയുവിന് മെസ്സേജ് അയച്ചിട്ട് പറയും, നെക്സ്റ്റ് വീക്ക് നീ എൻ്റെ കൂടെ ഒരു വെഡിങ് അറ്റൻഡ് ചെയ്യാൻ വരണം എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ഷിയുവിന് മനസ്സിലായിട്ടുണ്ട് ഇത്തവണ അവനാണെങ്കിൽ ഇവളെ ഡ്രൈവറായിട്ട് തന്നെ കൊണ്ടുപോകുന്നതെന്ന്. അതൊരുപാട് ദൂരമുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മുടെ ഷിയു ആയിരുന്നാലും നല്ലതുപോലെ ഡ്രസ്സ് ചെയ്തിട്ടൊക്കെ വരും. അതാണെങ്കിൽ ഒരു ഐലൻഡിലായിട്ടായിരുന്നു ഈ ഒരു മാരേജ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ അവർ ക്രൂസിലൊക്കെ കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഷിയു ആയിരുന്നാലും പറയും, നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന്. എന്നാൽ നമ്മുടെ ജനറൽ പറയുന്നത് തന്നെ, നീ വന്നേ പറ്റത്തുള്ളൂ, നീ എൻ്റെ പാർട്ട്ണറായിട്ടാണ് അവിടെ വരുന്നത് എന്ന്. അങ്ങനെ ഇവർ വെഡിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടെ വന്നിട്ട് നമ്മളുടെ ഷിയുവും ജനറലും കൂടി അവിടെ നിൽക്കുന്ന ആൾക്കാരത്തൊക്കെ ഗ്രീറ്റ് ചെയ്ത് സംസാരിക്കാനൊക്കെ തുടങ്ങും. അതേപോലെ തന്നെ ബ്രൈഡിനെ കാണും. അവളായിരുന്നാലും നമ്മളുടെ ജനറലിൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു സീനിയർ ആയിരുന്നു. അവളും ഇവരെ നല്ലതുപോലെ വെൽക്കം ചെയ്യും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ഗ്രൂം വരും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഷിയുവിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് തന്നെയാണ്. ഇവനെ കാണുന്നതും അവൾ ഭയങ്കരമായിട്ട്
ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒരുമാതിരി ഫീൽ ചെയ്തിട്ട് അവൾ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കും. ഇത് കാണുന്നേ നമ്മുടെ ജനറലിന് മനസ്സിലാവും ഇവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് അവൻ വേഗം തന്നെ വെള്ളം കൊണ്ടുവന്ന് അവളുടെ അടുത്തായിട്ട് വന്ന് ചോദിക്കും, നീ ഓക്കെ അല്ലേ എന്ന്. നമ്മുടെ ഷിയു ആയിരുന്നാലും ഓക്കെ ആണെന്ന് പറയും. എന്നാൽ ഇവിടെ ജനറലിന് ചെറുതായിട്ട് കത്തിയിട്ടുണ്ട്. അതായത് ഈ ഗ്രൂമിനും അതേപോലെ നമ്മുടെ ഷിയുവിനും മുമ്പ് എന്തോ ഒരു പാസ്റ്റ് ഉണ്ട് എന്ന്. അവനിങ്ങനെ അവരെ നോക്കി നിൽക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷിയു ആയിരുന്നാലും ആ ബ്രൈഡിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാ അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്നേയും അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നാലും ഭയങ്കര ടെൻഷനിലായിരുന്നു. ഇവളെന്തായിരിക്കും ആ ബ്രൈഡിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നേ എന്ന് ആലോചിച്ചിട്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ഷിയു വന്നിരിക്കുന്നത് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. അവൾ ചോദിക്കും, ഇതൊരു ഫ്ലാഷി മാരേജ് ആയിരുന്നല്ലേ എന്ന്. പെട്ടെന്ന് തന്നെ ആ ബ്രൈഡ് ആയിരുന്നാലും വിചാരിക്കും, ഇവൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്, നിനക്ക് എങ്ങനെ അറിയാം അതൊരു ഫ്ലാഷി മാരേജ് ആണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയുവിനൊന്നും പറയാൻ പറ്റത്തില്ല. അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇത് ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ ജനറലായിരുന്നാലും അവൻ ആരെയാണോ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അയാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഷിയു ഇവിടെ പെട്ട് നിൽക്കുവാണ്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.